നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് പറയാൻ പോകുന്നത് അടുക്കളയെക്കുറിച്ചാണ്. വാസ്തുശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ വാസ്തു എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രമാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ളതാണ്. അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നതാണ് ആ ഒരു വീട്ടിലെ മറ്റ് ഏത് മുറിയേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പോൾ മുറികൾ കുറേ ഉണ്ട്, അവിടെ താമസിക്കാൻ ആളുകൾ കുറവാണെങ്കിൽ എല്ലാ മുറിയിലേക്കും എല്ലാ ദിവസവും പോയി നിന്നും വരില്ലല്ലോ, പക്ഷെ എല്ലാ ദിവസവും അടുക്കളയിൽ കയറും. അപ്പോൾ ഏറ്റവും സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു മുറിയാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. അതാണ് അടുക്കളയുടെ പ്രത്യേകത. പിന്നെ എന്തുകൊണ്ടാണ് അടുക്കളയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ ഉണ്ടാകുന്ന ഊർജം, അത് അനുകൂല ഊർജ്ജമാണെങ്കിലും പ്രതികൂല ഊർജ്ജമാണെങ്കിലും ആ കുടുംബത്തിൽ താമസിക്കുന്നവരെയൊക്കെ അത് ബാധിക്കും എന്നാണ് പറയുക. ഇപ്പോൾ ഈ പോസിറ്റീവ് എനർജി ആണെങ്കിൽ അത് നല്ലതാണല്ലേ, നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതും അവിടെയുള്ളവരെ ബാധിക്കും. അതാണ് അടുക്കളയുടെ പ്രാധാന്യം. അടുക്കള ഏറ്റവും വൃത്തിയും വെടിപ്പോടും കൂടെ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അടുക്കളയിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില വസ്തുക്കളുണ്ട്. അടുക്കളയിൽ നിന്ന് വളരെ വേഗം തന്നെ എടുത്തു മാറ്റേണ്ടതായിട്ടുള്ള ചില വസ്തുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതെൻ്റെ അടുത്തൊരു ഭക്ത പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയൂ എന്നുള്ളത്. ഞാൻ മുൻപ് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന് പുറമെ ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കേൾക്കാനായിട്ടെന്നൊക്കെ ഓരോരുത്തരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഭക്ത നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ കാണണമെന്നില്ല, പക്ഷെ സമയം എടുത്തിട്ട് അവർ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഈ വീഡിയോയും കണ്ടപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പറയണം കുട്ടി എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഹോം ടിപ്സ് ഓരോരുത്തരുടെയും വീടുകൾ ഓരോരോ തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ പോരായ്മകൾ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നവരുണ്ടായിരിക്കും, അങ്ങനെയുള്ള വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഭവനത്തെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഐശ്വര്യമുള്ള ഭവനാക്കാൻ പറ്റും, സമ്പൽ സമൃദ്ധിയുടെ ഭവനാക്കാൻ പറ്റും. ഇതെല്ലാം തീരുമാനിക്കുന്നത് അവിടെ താമസിക്കുന്ന ഓരോരുത്തരാണ്. അപ്പോൾ വാസ്തുപരമായിട്ട് നിർമ്മിച്ച നിർമ്മിതികളാണെങ്കിലും ഇനിയിപ്പോൾ അല്ലെങ്കിലും അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീട്ടിലെ ഈ മുറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കള എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പിടിച്ച് തുടങ്ങാം. അപ്പോൾ അടുക്കളയാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലം. പിന്നെ നമുക്ക് വഴിയെ മുറികളെ കുറിച്ച്, അതായത് ബെഡ്റൂമിനെ കുറിച്ച്, അതുപോലെ തന്നെ സ്വീകരണ റൂമിനെ കുറിച്ച്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ പറയാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അടുക്കളയെ കുറിച്ചാണ്. അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെക്കേണ്ട സാധനങ്ങൾ, ഒഴിവാക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടേ ഭഗവാന്റെ അലങ്കാരം പറയണ്ടേ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാൻ നാരായണനായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ, ചതുർബാഹു ആയിട്ടുള്ള ഭഗവാനായിട്ട്. ചതുർബാഹു രൂപം വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ടാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണനായിട്ട് സങ്കല്പിക്കുന്നവരാണെങ്കിലും അത് ഈ ഒരു അലങ്കാരത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലൊന്ന് ഭഗവാനെ ഓർക്കും. ഞങ്ങളെല്ലാം സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ വന്നുവല്ലോ എന്നുള്ള ചിന്തയിലാണ് ഓർക്കുക. അല്ലെങ്കിൽ പിന്നെ കുറുമ്പനായിട്ടുള്ള ഭഗവാന്റെ കുറുമ്പുകളെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കാറുള്ളത്, അങ്ങനെ വെണ്ണ മോഷ്ടിക്കുന്ന ഭഗവാനായിട്ട് വരികയാണെങ്കിലൊക്കെ. പക്ഷേ ചതുർബാഹു ആയിട്ടുള്ള ഭഗവാന്റെ പ്രത്യേകത അതാണ്. കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് തോന്നും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വയനാടുണ്ടായ ദുരന്തമൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. മുൻപ് വർഷത്തേക്കാളും വളരെ കാഠിന്യം കുറഞ്ഞ ദുരന്തമാണ്, എന്നാലും ജീവൻ പലർക്കും നഷ്ടപ്പെട്ടു. പലരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും കൂടെ ചെയ്തു. ഒരുപാട് പേരെ ഭഗവാൻ സംരക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നന്നായിട്ട് ഭഗവാനെ വിളിക്കുക. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഏറ്റവും ശക്തമായിട്ട് ഭഗവാനിലേക്ക് എത്തേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടായിരിക്കാം, ബന്ധുക്കൾ ഉണ്ടായിരിക്കാം, സുഹൃത്തുക്കൾ, പരിചയക്കാർ, അങ്ങനെയൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ മഴ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥനകൾക്ക്, പ്രത്യേകിച്ച് കൂട്ടപ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് ശക്തി ഉണ്ടെന്ന് പലതവണ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ തന്നെ പ്രോഗ്രാം നടക്കാനായിട്ട് പോവുകയാണ് 13-ാം തീയതി.
അതിൽ രജിസ്റ്റർ ചെയ്തവരൊക്കെ ഇപ്പോൾ വയനാട് ഭാഗത്തുള്ളവരും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പല ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള മഴയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്, സുരക്ഷിതമായിട്ട് ഇവിടേക്ക് എത്താനും പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ സുരക്ഷിതമായിട്ട് അവരവരുടെ തന്നെ ആ സ്ഥലങ്ങളിലേക്ക് തിരികെ എത്താനുള്ള ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവനവന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും പ്രാർത്ഥനകൾ ആവശ്യമുള്ള ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഭഗവാൻ, സാക്ഷാൽ മഹാവിഷ്ണു എല്ലാവരെയും ഭഗവാന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് സംരക്ഷിക്കാനായിട്ട് നന്നായിട്ട് നാമം ചൊല്ലിക്കോളൂ. ഇനിയിപ്പോൾ ഏകാദശിക്കാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകാദശി വ്രതം നോൽക്കുന്നവരുണ്ടായിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മഹാപ്രഭുവായിട്ട് നിൽക്കുന്ന, ചതുർബാഹുവായിട്ട് നിൽക്കുന്ന നാരായണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമുക്കിനി അടുക്കളയെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം പറയാനായിട്ട് പോകുന്നത്. അത് പലരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മളിപ്പോൾ അടുക്കളയിൽ അമ്മമാർ അരി ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടായിരിക്കുമല്ലോ, അരി സൂക്ഷിച്ച് വെക്കുന്ന പാത്രം. അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഭക്ഷിക്കുന്ന ഒരു വസ്തു, ആഹാര പദാർത്ഥം എന്ന് പറയുന്നത് ചോറാണ്. അപ്പോൾ അരിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ അരിപ്പാത്രത്തിൽ ചിലരെ പണം സൂക്ഷിച്ച് വെക്കും. പണം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അരിപ്പാത്രം കണക്കാക്കും കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മഹാലക്ഷ്മിയുടെ സങ്കല്പമാണ്. നമ്മൾ കടുകിൽ നാണയം ഇട്ട് വെക്കുക എന്ന് പറഞ്ഞല്ലോ, അതേപോലെയുള്ള സങ്കല്പമാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അന്ന് ഒരു അരിപ്പാത്രം, ഇത് അരി കൊണ്ടുവന്നിട്ട് ഇടുന്ന ഒരു വലിയൊരു പാത്രം ഉണ്ടായിരിക്കും, ധാരാളമായിട്ട് അരിയിട്ട് വെക്കുന്ന ഒരു പാത്രം ഉണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ 2 ചെറിയ പാത്രങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അതൊന്ന് ഈ നാഴി നമ്മൾ അളന്നെടുക്കൂലോ, ഈ അളന്നെടുക്കുന്ന ഒരു അളവ് പാത്രം ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് ചെറിയ, നല്ല വലിപ്പമുള്ളതല്ല, നാഴിനേക്കാളും വലിപ്പമുള്ള ഒരു പാത്രം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അളവ് പാത്രം കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു 4 നാഴി അരിയാണ് നമുക്ക് ഭക്ഷണത്തിനായിട്ട് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 4 നാഴി അളന്നിട്ട് ഇടും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, അത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് അതിന്ന് ഒരു പിടി എടുത്തിട്ട് മാറ്റി വെക്കും. അത് വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കും. എന്നിട്ടാണ് ഇതെടുത്തിട്ട് പാചകം ചെയ്യാം. അങ്ങനെ ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കുഞ്ഞു പിടിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു പിടി, ഇപ്പോൾ 4 നാഴി അളന്നിട്ടേന്ന് ഒരു കുഞ്ഞു പിടി എടുത്തു കഴിഞ്ഞാലും ആ ഉണ്ടാക്കുന്ന ചോറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അതിപ്പോൾ നമുക്ക് ഭക്ഷണം തികയാതെ വരിക അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ അതൊരു മാജിക്കാണത്. അതൊരു പ്രത്യേകതരം കണക്ക് കൂട്ടലാണത്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് വെക്കുന്ന ഈ ഓരോ കുഞ്ഞു പിടി അരി ഉണ്ടാവുമല്ലോ, അതൊരു കുറച്ചധികം ദിവസം ആവുമ്പോൾ അതൊരു 4 നാഴി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ അരി ഇട്ട് വെക്കുന്ന പാത്രം, ആ പാത്രത്തിൽ ചിലരെ ഇതുപോലെ പണം സൂക്ഷിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. വളരെ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ അലമാര, അതുപോലെ തന്നെ പേഴ്സ്, ബാഗ്, ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അല്ലെങ്കിൽ അത് കൂടുതലും നമ്മൾ അമ്മമാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പെരുമാറുന്ന ഒരു ഇടം എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കള. അതുകൊണ്ട് അവരവിടെ പണമായിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള അരി എക്സ്ട്രാ കിട്ടുകയാണ്. ഒരു എന്താ പറയുക, ചെറിയൊരു കരുതലിലൂടെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി കിട്ടുകയാണ്. അപ്പോൾ അതിലിട്ട് വെച്ച് പണം ഇട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഒരു സമ്പാദ്യശീലം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുക. അരിയെ നമ്മൾ സൂക്ഷിക്കുന്നു, അതിൽ പണം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള ഒരു സങ്കല്പത്തിൽ അങ്ങനെ പണം അരിയിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. നല്ല റിസൾട്ടുകളാണ് ഉണ്ടാകുന്നതും. നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി നമ്മൾ സേവ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് പണവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി ചെയ്ത് കിട്ടിയിട്ടുണ്ടാക്കുന്ന പണമൊന്നും ആയിരിക്കില്ല. അപ്പോൾ കുടുംബത്തിലെ കാരണവന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർ ഭക്ഷണ സാധനങ്ങൾ, എല്ലാ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു അത്യാവശ്യക്കാര്യത്തിന് ഇതെടുത്തിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു പൈസകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ആയിരിക്കും ഇതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ആവശ്യത്തിന് അത് ഉപകരിക്കും. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ മഹാലക്ഷ്മിയുടെ സങ്കല്പത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല ഫലവും കൂടെ ലഭിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിയിലെ പണം ഇട്ട് വെക്കുന്നത് പണ്ടുള്ളവരുടെ ഒരു രീതിയായിരുന്നു. ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതും കൂടിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തോളൂ. ഇതൊക്കെ വളരെ നല്ല കാര്യമല്ലേ. നമുക്കൊരു സമ്പാദ്യശീലം കൂടിയാണ്, ഒപ്പം ഒരു അനുഗ്രഹം കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. പിന്നെ ഇനി അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്
ചൂലാണ്. ചൂല് നമ്മൾ അടിച്ചു വാരാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വീടുകളിലും ചൂലുണ്ടായിരിക്കും. പക്ഷെ ചൂല് എന്തായാലും അടുക്കളയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ അടുക്കള ഇപ്പോൾ അടിച്ചു വാരി അവസാനം എത്തുന്നത് അടുക്കളയിലേക്കായിരിക്കും. അപ്പോൾ അവിടെ തന്നെ അടിച്ചു വാരിയിട്ട് അവിടെ തന്നെ ഡസ്റ്റ്ബിന്നൊക്കെ ചിലർക്ക് ഉണ്ടായിരിക്കും, അവിടെ വെക്കുന്നു. ചൂല അതിൻ്റെ ഭാഗത്തായിട്ട് ചാരി വെക്കണോ, ഈ രണ്ടും അവിടെ വെക്കാനായിട്ട് പാടില്ല. അതായത് വേസ്റ്റ്, അതേപോലെ തന്നെ ചൂല്. ഇപ്പോൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് ഉണ്ടായിരിക്കും, ഒട്ടും അവിടെ സൂക്ഷിക്കാൻ പാടില്ല. അതെല്ലാതും കൂടെ കളക്ട് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് കളയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. പിന്നെ പുറത്തുനിന്ന് എങ്ങനെയാണെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെയാണ് മറ്റേത് വേസ്റ്റ് ആണെങ്കിലും അടുക്കളയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ കത്തിക്കാനൊന്നും പാടാത്തത് കൊണ്ട് അത് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എന്ത് വേണം, പുറത്ത്, അതായത് നമ്മുടെ വീടുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വലിയൊരു ചാക്കിലാക്കിയിട്ട് വേസ്റ്റുകൾ കൊണ്ടുപോയി വെക്കുക. അതേപോലെ തന്നെ അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് വേണം ചൂലും വെക്കാനായിട്ട്, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചൂല് അടുക്കളയിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവായിട്ടാണ് പറയാറുള്ളത്. പിന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, വിള്ളലുള്ള പാത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭംഗി കൊണ്ട് നമുക്ക് അതിനോടൊരു അടുപ്പം കൊണ്ടൊക്കെ ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കും. അത് ഉപയോഗമില്ലാത്തതാണെങ്കിൽ ഉടനടി അത് മാറ്റുക. ഉപയോഗമില്ലാത്ത ഒരു വസ്തുവും അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല. അത് മാറ്റിയാൽ തന്നെ നമ്മുടെ അടുക്കള ഫ്രീ ആകും. എപ്പോഴും ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ നിറയെ കുത്തി നിറച്ചിരിക്കാതെ കൂടുതൽ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്, അതിനാണ് ഏറ്റവും കൂടുതൽ വൃത്തി എന്ന് പറയാറുള്ളത്. ഇങ്ങനെ അടുക്കും ചിട്ടയായിട്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കണ്ണിന് ഒരു സുഖം തോന്നില്ല. പക്ഷെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലോ, പ്രത്യേകിച്ച് അടുക്കളയൊക്കെ ആണെങ്കിൽ അവിടേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു നിറഞ്ഞ ഒരു ഭാവമാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാത്ത വസ്തുക്കൾ എന്ത് അടുക്കളയുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ഉടനടി തന്നെ മാറ്റുക, പ്രത്യേകിച്ച് പൊട്ടിയിട്ടുള്ള പാത്രങ്ങൾ. പിന്നെ കല്ലുപ്പൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഭരണിയിൽ അല്ലെങ്കിൽ ചില്ലു പാത്രങ്ങളിൽ, സ്ഫടിക പാത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കണമെന്ന്. അതല്ലാതെ മൺകലമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെതായ അങ്ങനത്തെ പാത്രങ്ങളിൽ ഇട്ട് വെക്കുന്നവരുണ്ട്. പിന്നെ ഈ അലുമിനിയം, തകര കൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപ്പാണല്ലോ, NaCl ആണ്, സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ അത് പ്രവർത്തിക്കും, ഈ പറയുന്ന മെറ്റൽസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തായാലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ളതാണ്. അതിപ്പോൾ അലുമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കരുതെന്ന് ചിലർ പറയാറുള്ളതിൻ്റെയും കാരണം ഇതാണ് കേട്ടോ. അത് അതുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഉപ്പൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. പിന്നെ രാവിലെയൊക്കെ, അതായത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞതുകൊണ്ട് പ്രത്യേകം പറയണില്ല കേട്ടോ. കിച്ചണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം കിടന്നുറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഉപ്പ്, മഞ്ഞളൊക്കെ ഉള്ള കലക്കിയ വെള്ളമൊക്കെ തെളിക്കുന്നതും നല്ലതാണ് കേട്ടോ. അത് നെഗറ്റീവ് എനർജി പോകാനായിട്ടും, പിന്നെ മഞ്ഞൾ എന്നൊക്കെ പറയുമ്പോൾ ശുദ്ധീകരിക്കാനായിട്ടും കൂടിയുള്ളതാണ്. അപ്പോൾ അതൊക്കെ തെളിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മുറവും അതുപോലെ തന്നെ ചിരവയും ഒരുമിച്ച് വെക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ആ ഒരു ഉത്തരം ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരവയും മുറവും ഒരുമിച്ച് കാണേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ തന്നെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഒരുമിച്ച് വെക്കുക അല്ലെങ്കിൽ വെക്കരുതെന്ന് പറയേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ. അപ്പോൾ മുറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുറം ഒരു ആണിയിൽ ഇങ്ങനെ തൂക്കിയിടുക ചെയ്യുക, നമ്മളിങ്ങനെ കുളത്തിയിടുക ചെയ്യുക. മുറം ഇപ്പം ഇല്ലാത്ത വീടുകളുണ്ടായിരിക്കും കേട്ടോ. മുറവും അതുപോലെ തന്നെ ചിരവയും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ വീട്ടിൽ. മുറത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചിരവയാണെങ്കിൽ ഇപ്പോൾ സ്ലാബും ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ചിരവയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയത്തിനുള്ള ഇടയേ വരുന്നില്ല. എന്നിരുന്നാലും മുറം ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. പണ്ടത്തെ കാലത്തെ മുറമൊന്നും ആയിരിക്കില്ല കേട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ ആ മുറമുണ്ടാക്കുന്ന ആ ഒരു ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുറങ്ങളാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഞാൻ ഇത് രണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 90s കിഡ്സ് പഴയ കാലത്തുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, പുതിയ തലമുറയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇതിൻ്റെ അപ്പുറത്തുള്ള തലമുറകൾക്ക് ഈ പഴയ കാലത്ത് ഒന്നും അറിയുന്നുണ്ടാവില്ല, മുറം എന്താന്ന് പോലും അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറം ഒന്നും പല വീടുകളിലും ഉണ്ടായിരിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ആണിയിൽ കുളത്തിയിടാറാണ് പതിവ്. ചിരവ ഉണ്ടെങ്കിൽ തന്നെ, അതായത് നമ്മൾ ഇരുന്നിട്ട് ചിരകുന്ന ആ ഒരു പലക, അല്ലെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നാക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള പലകയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ചിരവയുണ്ടല്ലോ, അതുണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും പുറത്തതുപോലെ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് മാറ്റി വെക്കണം എന്നാണ് ഉദ്ദേശിക്കാറുള്ളൂ കേട്ടോ. അത് കിഴക്കോട്ട് തിരിച്ചു വെക്കണം, അതായത് ഇതിനെ കുത്തി നിർത്തരുതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്, നാക്കൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കിടത്തി വെക്കുക, കിഴക്കോട്ട് നാക്ക് തിരിച്ച് വെക്കുക. ആ നാക്കിൻ്റെ മേലെ ഒരു ക്യാപ്പ് ഇടാനായിട്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാതെ അതിനങ്ങനെ ദോഷങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടതുകൊണ്ടും അങ്ങനെ ദോഷമൊന്നും, അല്ല അടുപ്പിച്ച് വെച്ചത് കൊണ്ടും അങ്ങനെ ദോഷമൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരു അഭിപ്രായം അങ്ങനെ വന്നതുകൊണ്ട്. ഇതിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പല സ്ഥലത്തും നമ്മൾ റെഫർ ചെയ്തിട്ടാണല്ലോ പറയുക, പലരുടെ അടുത്ത് ചോദിച്ചിട്ട് പല പല കാര്യങ്ങൾ, പുസ്തകങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ കാണുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്ന് മാത്രം. ഇനിയിപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് കമൻ്റായിട്ടത് രേഖപ്പെടുത്തണം എന്നും കൂടെ പറയാണ് കേട്ടോ.
പിന്നെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ് ഈ മരുന്ന് കുപ്പികൾ, ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും സൂക്ഷിക്കാൻ പാടില്ല. മരുന്ന് അടുക്കളയിലാണോ വെക്കുക എന്ന് പലരും ചോദിക്കും കേട്ടോ. അങ്ങനെ വെക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ അമ്മമാരൊക്കെയാണ്, മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയ്ക്ക് എപ്പോഴും നമ്മൾ പോകുമല്ലോ. ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടാണെങ്കിലും എപ്പോഴും അടുക്കളയിലേക്കുള്ള പ്രവേശനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ അത് പോയി എടുക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ വെക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒഴിഞ്ഞ കുപ്പികളോ അല്ലെങ്കിൽ അതിൻ്റെ കവറുകളോ ഒക്കെ അടുക്കളയിൽ വെക്കും. അപ്പോൾ ഈ മരുന്ന് എന്ന് പറയുന്നത് മെഡിസിൻസ്, അതായത് എല്ലാ വിഭാഗത്തിലുള്ളതും അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല എന്നാണ് പറയാം. അത് ഈ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ വെക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. മരുന്നുകളൊന്നും വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അടുക്കളയിൽ തീർന്നു പോകാൻ പാടില്ലാത്തതാണ്. അതെല്ലാവർക്കും അറിയാം. അരി ഒരിക്കലും കഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം അരി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പട്ടിണിയാകും. അപ്പോൾ അരി കഴിയുന്നതിന് മുൻപായിട്ട് വാങ്ങി വെക്കണം. എപ്പോഴും പകുതി നിറഞ്ഞിരിക്കണം എന്നാണ് പറയുക അരിപ്പാത്രം. അതേപോലെ തന്നെ കല്ലുപ്പ്, ഇത് മുൻപ് പറഞ്ഞതുകൊണ്ടാണ് അതിൽ ഊന്നിയിട്ട് പറയാത്തത് കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾ, വാളൻപുളി, ഇതൊക്കെ ഉപയോഗത്തിനനുസരിച്ച്, അത് തീർന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. കണ്ണാടിയൊന്നും അടുക്കളയിൽ വെക്കാറില്ല കേട്ടോ. അതായത് നമ്മുടെ പ്രതിബിംബം കാണാനായിട്ടുള്ള വസ്തുക്കൾ, അതായത് കണ്ണാടിയാണല്ലോ, അത് അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അടുക്കളയെ ഒരു പ്രദർശനത്തിനുള്ള ഇടം ആക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാനങ്ങളുള്ളതാണ് എപ്പോഴും അടുക്കളയിൽ നല്ലത്. നമുക്ക് കുറേ പാത്രങ്ങളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക, ഒരു ചായ വെക്കാൻ തന്നെ 3-4 പാത്രങ്ങളുണ്ട്. എല്ലാതും അവിടെ നമ്മൾ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ല, അണുകുടുംബങ്ങളാണ്. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രം താമസിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ളവർക്ക് പെരുമാറാനായിട്ട് കുറച്ച് പാത്രങ്ങളെ ആവശ്യമുള്ളൂ. നമുക്ക് കുറേ പാത്രങ്ങളുണ്ടോ, എല്ലാം കൂടെ ഒരു ഭാഗത്ത് അടുക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാം. ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അവിടെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരിക്കും. ആ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ വൃത്തിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് കാണാവുന്ന രീതിയിൽ, ഇപ്പോൾ ഈ പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കുന്ന ഒരു റാക്ക് ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ, അതിനുള്ളിൽ കുറേ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ വീട്ടിൽ ആകെ 2 പേര് താമസിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അത്രയധികം അവിടെ എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ അതന്നെ ചെയ്യണ്ടേ. ഇപ്പോൾ 2 ആൾ താമസിക്കുന്ന വീടാണ്, അല്ലെങ്കിൽ 3 പേര് 4 പേര് താമസിക്കുന്ന വീടാണെങ്കിൽ അവർക്ക് പെരുമാറാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ അവിടെ വെക്കുള്ളൂ. അത്രയേ പ്രദർശിപ്പിക്കുള്ളൂ. അതാണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എപ്പോഴും ഉപയോഗിക്കുക. എന്തും അധികമായി കഴിഞ്ഞാൽ, അതായത് അധികമായാലും അമൃതും വിഷം എന്നല്ലേ പറയുക, അതേപോലെ ചിന്തിക്കുക. ആവശ്യമില്ലാത്തതായിരിക്കില്ല, ചിലപ്പോൾ കൂടുതൽ പേര് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ളതാണ്, ഉപയോഗപ്പെടുന്നതാണ്. പക്ഷെ നിലവിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അതൊക്കെ ഒരു ഭാഗത്ത് ഷെൽഫിൽ അടക്കി ഒതുക്കി വെക്കാം, അതായത് കാണാത്ത രീതിയിൽ വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, എവിടെയാണെങ്കിലും കുറേ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ എന്തോ ഒരു നിറഞ്ഞ പോലെ, അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കിയിട്ട് എവിടെയെങ്കിലൊക്കെ അടച്ചു പൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നുക. അതാണ് അവിടുത്തെ ഒരു പ്രവർത്തനം. അങ്ങനെയാണ് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ളത്, എന്താ പറയുക, നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്രവർത്തനമാണത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുക എന്നാണ് പറയണത്. ഇപ്പോൾ ഒരു പേപ്പർ ഒഴിഞ്ഞു കിടക്കുമ്പോഴല്ലേ നമുക്ക് അവിടെ എഴുതാനായിട്ട് തോന്നുക. നിറയെ ഇങ്ങനെ കുത്തി തിരഞ്ഞിരിക്കുമ്പോൾ നമുക്കതിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു സങ്കല്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. കഴിയുന്നതും ഉപയോഗശൂന്യമായത് അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക. നിലവിൽ ഉപയോഗിക്കാത്തതാണെങ്കിലും അടുക്കളയിൽ അത് കാണാത്ത രീതിയിൽ അത് അടക്കി ഒതുക്കി മാറ്റി വെക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി, അല്ലെങ്കിൽ വലിയ വെട്ടുകത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് മൂർച്ചയുള്ള വസ്തുക്കൾ എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റി വെക്കുക. അതായത് കാണാത്തിടത്ത് നിന്നല്ല, ഇപ്പോൾ ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുക. അതിൻ്റെ ഒരു കാരണം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അത് എടുത്തിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നേ ചെറിയ കുട്ടികളല്ല, മുതിർന്ന കുട്ടികളാണെങ്കിൽ കൂടെ ശ്രദ്ധയില്ലാണ്ട് ചിലപ്പോൾ അവർക്ക് അതൊരു കൗതുകമൊക്കെ തോന്നിയിട്ട് അമ്മമാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരും. കാരണം എൻ്റെ വീട്ടിലൊക്കെ ശുക്രനിടയ്ക്ക് കത്തിയൊക്കെ എടുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കത്തി കാണാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാനായിട്ട്, മൂർച്ചയുള്ള ഏത് വസ്തുവാണെങ്കിലും അത് ഉപയോഗം കഴിഞ്ഞാൽ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് അടുക്കളയെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും വൃത്തിയും വെടിപ്പോട് കൂടിയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അടുക്കള ഏറ്റവും നന്നായി തന്നെ എല്ലാവരും സൂക്ഷിച്ചോളൂ കേട്ടോ. അതിലൂടെ തന്നെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തതേ അത് പലർക്കും കാണാൻ പറ്റണില്ല, ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വിഷ്ണു മേഘമയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് തിരക്കിലായി. നമ്മുടെ പ്രോഗ്രാമിൻ്റെയും ഒക്കെ ഡിസ്കഷനായിട്ട് പോയി. ഞാൻ കുഞ്ഞാവരുടെ അടുത്തേക്കും പോയപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വേറൊരാളിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ആ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ അറിയിച്ചിരിക്കുകയാണ്, പലരും ചോദിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഭഗവാന്റെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.